നടക്കൂല അവനെ. ഇവിടെ അങ്ങനെ ഒന്നും കിട്ടത്തില്ലാന്ന്. ചേട്ടാ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരെണ്ണം സെറ്റാക്കി താ ചേട്ടാ. ഒന്നാമത് ഈ ബാച്ചിലേഴ്സ് പറഞ്ഞാൽ തന്നെ ഈ ഹൗസ് ഓണർമാർക്ക് പ്രശ്നമാണ്. നീ ഒരു കാര്യം ചെയ്യും, ഒരു കല്യാണം കഴിയും. ഫാമിലി ആണെങ്കിൽ കാര്യം എളുപ്പം. ഒന്ന് പോയേട്ടാ. നീ ഇതിനു വേണ്ടി അതിൽ മാരണത്തിനിടെ ഞാൻ തലയിൽ വെക്കും. അതിലും ഭേദം വല്ല റെവി ദർശനം പോയിക്കണം. ആ നല്ല ഓപ്ഷൻ, അത് നടക്കട്ടെ. ചേട്ടാ എന്തെങ്കിലും ഒക്കെ സെറ്റാക്കി തന്നിട്ട് പോ ചേട്ടാ. ഉണ്ട്, ഒരു വഴിയുണ്ട്. പക്ഷെ നിന്റെ രീതിക്ക് ശരിയാകൂല. ചേട്ടാ സെറ്റാകും ചേട്ടാ, ആ വഴി തന്നെ മതി. അതിന് നീ വഴി കേട്ടില്ലല്ലോ. അല്ല ചേട്ടൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പറയണമെന്ന് എനിക്കറിയാം. സൂചിപ്പിക്കലൊന്നും വേണ്ട, കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു റൂമുണ്ട്, അതൊരു പെണ്ണിന്റെ വീടാ. അപ്പൊ അതില് ഈ റൂമിൽ ഇപ്പൊ ആണായാലും പെണ്ണായാലും വിഷയമില്ല എന്നാണ് അവള് പറഞ്ഞത്. അഡ്വാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു സ്വഭാവം അത്ര ഒരു എല്ലാവർക്കും പിടിച്ചു വെക്കാൻ പറ്റുന്ന സാധനമല്ല. സാധാരണ ആൾക്കാർ അവിടെ കയറിയാൽ തന്നെ രണ്ടാമത്തെ ദിവസം ഇറങ്ങും. ഇതൊക്കെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം. അതെ, അഭിനയിച്ചാൽ മാത്രം മതി. അയ്യേ, കണ്ടോളുമാരെ കൂടെ താമസിക്കാൻ എനിക്ക് പറ്റൂല. ആ വേണ്ട, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. നേരത്തെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് വിട്ടോ. ചേട്ടാ ഓക്കെ, പക്ഷെ ആ പെണ്ണ് എനിക്ക് ബാധ്യത അറിയല്ല. അയ്യേടാ, എന്നെ നിന്നെ പെണ്ണ് കാണാൻ പറഞ്ഞൊന്നുമല്ല, നിനക്ക് വേണേ പറഞ്ഞാൽ മതി. വേണം. എന്നാ ഒരു കാര്യം ചെയ്യും, 45,000 രൂപ കിട്ടും, പിന്നെ എന്റെ കമ്മീഷനും ബാക്കി ഞാൻ സെറ്റ് ആയിക്കോളാം. ഹലോ ചേട്ടോ, ഞാൻ ഇവിടെ എത്തി. ആ പെണ്ണിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ആ കൊള്ളാം. നിന്നോട് ഇന്നലെ തന്നെ വിളിക്കാൻ പറഞ്ഞാലടാ. ആ പെണ്ണ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ. നീ എന്തോ വിചാരം വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ചേട്ടാ എനിക്ക് പെൺപിള്ളേരുടെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, അതാ പിന്നെ ഞാൻ ഇന്നലെ വിളിക്കാത്ത. കൊള്ളാം, നന്നായിരിക്കുന്നു. എടേ നീയൊക്കെ കൂടി എനിക്കിട്ട് പണി തരുമോ? എടേ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. അതൊക്കെ ഞാൻ ഏറ്റു ചേട്ടാ. ചേട്ടാ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? എങ്ങനെയാ അകത്ത് കയറുക? നീ ഒരു കാര്യം ചെയ്യ്, അവളവിടെ ഫ്ലാറ്റില് മറ്റേ ഷൂറാക്കിൽ താക്കോല് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. 13H. തൽക്കാലം നീ കയറിക്കോ. ഓക്കെ ചേട്ടാ, ரொம்ப നന്ദി. എന്റെ പൊന്നു ചേട്ടാ, ഈ നാറിയ പറഞ്ഞത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ചേട്ടൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം. ഇവൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. അങ്ങനെ ചുമ്മാ നിറയെ പോകാൻ പറ്റൂല. വെറുതെ പോലല്ലോ, ചോദിച്ച കാശ് തന്നിട്ടില്ലേ? നിന്റെ കാശൊന്നും എനിക്ക് വേണ്ട, അവനെ തിരിച്ചു തരും. എന്നാ ഇപ്പൊ തടി 40,000 നിനക്ക് എന്നത് 7,500 ഇയാൾക്ക് കൊടുത്തത്. തടി കാശടി കൊടുത്തേക്ക് മോളെ, ആ പ്രശ്നമൊന്നും വേണ്ടല്ലോ. അത് ഞാൻ ബാങ്കിൽ അടച്ചു, എനിക്ക് കുറച്ച് സമയം വേണം. അപ്പൊ എനിക്ക് കാശുമില്ല റൂമുമില്ല. ചേട്ടോ ഇത് നടപടിയാവൂല. ചേട്ടാ കാശാട്ടാ. അതെ മോളെ, കാശ് ഇപ്പൊ തന്നെ കൊടുത്ത് തീർക്കാൻ പറ്റാ കൊടുത്തോ, ആ പ്രശ്നം ഇങ്ങോട്ട് തീർന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു മാസം അവിടെ നിൽക്കട്ടെ. ഒരു മാസോ? ഒരു മാസം കൊണ്ട് ഒരു ദിവസം ഞാൻ
ഇവിടെ നിർത്തില്ല. എന്റെ ജീവിതം നശിപ്പിച്ചവനവൻ. നീ എന്താ ചെയ്തേ? അയ്യേ, ഞാൻ എന്ത് ചെയ്യാൻ? ഇത് വേറെ കേസാണ്. ഈ പൂതനാണ് ഇവിടെ ഉള്ളതെന്നറിയാൻ ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ തന്നെ കിടന്നു തന്നെ. അല്ലെങ്കിൽ നിന്നെപ്പോലുള്ളവർക്ക് അതാ നല്ലത്. അലമ്പുണ്ടാക്കല്ലേ, ഇതിനിപ്പോ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട പറ്റില്ലല്ലോ. മോളെ, ഞാൻ ഒരു കാര്യം പറയാം. ഇതിന് ആ കൂടി ഒരു സൊല്യൂഷൻ എനിക്ക് കാണുന്നുള്ളൂ. ഇവൻ ഒരു മാസം ഇവിടെ നിൽക്കട്ടെ. ആ മാസത്തെ വാടക കുറച്ചിട്ടുള്ള എമൗണ്ട് അവസാനം അവന് കൊടുക്ക്. അപ്പോഴേക്കും ഞാൻ ഇവനെ എവിടെയെങ്കിലും കൊണ്ടാക്കാം. ഓ പിന്നെ ഒരു മാസം അതുവരെ ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? എന്റെ കാശ് നേരത്തെ എന്നാ അപ്പം ഞാൻ ഇവിടെ നിറങ്ങും. അതാണ്. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഒരു മാസത്തേക്ക് രണ്ടുപേരും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഇടപെടില്ല. ഓക്കെ ആണേ? ഓക്കെ. എന്താ? എനിക്കൊന്ന് ഉറങ്ങാം. അപ്പുറത്തെ റൂമിൽ എ സി ഇല്ല. ഞാൻ ഇത്രയും കാശ് അഡ്വാൻസ് ഒക്കെ തന്നതല്ലേ. അപ്പൊ പിന്നെ എ സി ഇല്ലാത്ത റൂമിൽ കിടന്നുറങ്ങുന്നത് മോശമല്ലേ? അതിന് ഒന്നുമില്ല, ഞാൻ ഇവിടെ കിടക്കാം. ഈ റൂം എന്താ തരാൻ പറ്റില്ല. എന്തിന്? പിന്നെ ഇത് പൈസ വാങ്ങിച്ചപ്പോ ഇതൊന്നും അല്ലായിരുന്നല്ലോ. എനിക്ക് എ സി ഇല്ലാത്ത റൂമൊന്നും പറ്റൂല. അതെ, ഈ സ്കിൻ പ്രോബ്ലം അതെനിക്കറിയാം. നമുക്ക് ചൊറിച്ചിലുള്ളതാണ്. ഇപ്പൊ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ പീഡിയൻസിനെ വിളിക്കേ. ഓടിച്ചു. അതെ, പോകുമ്പോ ലൈറ്റ് കൂടെ ഓഫ് ചെയ്ത്. The number you have dialed is currently busy. Please try. I reality, I'm way past the mark. I shine in the day, they hide in the dark. They're right out early. തന്നോടാ എനിക്ക് കോഫി ഉണ്ടാക്കി തരാൻ പറഞ്ഞേ? താനാരാ? എന്റെ തന്തയോ? ആ കോഫി എടുത്ത് കുടിച്ചല്ലേ? അത് എനിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവച്ചാണ്. അത് പിന്നെ ഞാൻ ഉറങ്ങെടുത്ത് കോഫി വെച്ചപ്പോ ഞാൻ ഓർത്തു അതെനിക്ക് കുടിക്കാനുള്ളതാണ്. ഓഹോ, അപ്പൊ ഞാൻ ജിട്ടി ഊരിയോടെ ഇട്ട നീ അത് കൊടുത്തു. എന്താന്ന് വെച്ചേ? അരേ കോഫി ഉണ്ടാക്കി തപ്പണേ, നീ ജോലിക്ക് പോകണേന്ന്. തന്നോടാ എനിക്ക് കിച്ചണിൽ കയറാൻ പറഞ്ഞേ? അത് ശരി, പൈസ എണ്ണി മേടിച്ചപ്പോ കോഫി അല്ലേ ഉണ്ടാക്കി തരാം. എന്താ പറയുന്നത്? കാടിയാ? ഓത്തിന് ഇതൊക്കെ തന്നെ ധാരാളം. ഞാൻ കാണിച്ചു തരാം. നിന്റെ മറ്റാളെ കൊണ്ട് കാണിക്കണം. നിന്റെ കുടുംബത്തിൽ പറഞ്ഞ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. വെറുതെ അല്ലടി ആ നാറ് ജോയൽ നിന്നെ കണ്ട് അയർലൻഡിൽ പോയി. നീ ഇപ്പൊ എന്താ പറഞ്ഞ? ഓ, അവളുടെ ഒരു അഭിനയം നോക്കിയാണ്, ഒന്നും അറിയാത്ത പോലെ. എടി, നിനക്ക് വേറെ ഏതോ ഒരുത്ത സെറ്റ് ആയപ്പോഴത്തേക്ക് നീ അവനെ തേച്ചില്ലടി.
നീ എന്താടാ പറഞ്ഞേ? ഞാൻ ജോലിനെ ഉപേക്ഷിച്ചു? നീ അല്ലേടാ എല്ലാത്തിനും കാരണം. നീ അല്ലേ എന്നെ കുറിച്ച് ഫുൾ അനാവശ്യം അവനോട് പറഞ്ഞേ. എന്നെ ഇത് കാണാൻ പാടാത്ത സാഹചര്യത്തിലാണോ നീ കണ്ടേ? ഞാനാ? എനിക്ക് വയ്യേ, ഞാൻ ചെയ്ത്. നീയും അവന് മുടിഞ്ഞ പ്രേമത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ വിഷമിപ്പിക്കരുത്, ഉപേക്ഷിക്കരുതെന്നൊക്കെ ഞാൻ അവനോട് എപ്പോഴും പറഞ്ഞു. നീ എന്താ കാണിച്ചേ? എന്നെ അവന് നമ്മൾ തെറ്റിക്കാൻ നോക്കി. നിനക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലായിരുന്നു. എടി, എന്റെ ഒന്ന് കാശ് വാങ്ങിച്ചിട്ട് നിനക്ക് വന്നത്. വട്ടുണ്ടോ? അവന്റെ അമ്മയുടെ സർജറിക്ക് വേണ്ടി ലോൺ എടുത്തത് ഇപ്പോഴും ഞാൻ അടച്ചോണ്ടിരിക്കുക. അമ്മയുടെ സർജറിയാ? കഴിഞ്ഞ 5 വർഷമായിട്ട് അവന് ചേച്ചിക്ക് കൂടെ ദുബായിൽ താമസിക്കുന്ന എന്റെ അമ്മി. നിനക്ക് എന്തരീ? എന്നോട് അവൻ ചെന്നൈയിലോട്ട് പോകുന്നാണല്ലോ പറഞ്ഞേ. അത് നിന്റെയൊക്കെ വാക്ക് കേട്ടിട്ട്. ചെന്നൈക്കാ? നിന്റെ അവന്റെ ബ്രേക്കപ്പ് കഴിഞ്ഞ് 1 മാസം തികയുന്നതിന് മുമ്പേ അവൻ വേറെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് ഒരു അയർലൻഡുകാർ കൊച്ചുമായിട്ട്. അതും കഴിഞ്ഞ് അവളെ കൊണ്ട് അവങ്ങ് പോയി. നിനക്ക് വേണ്ടി എന്റെ വാങ്ങിച്ച കാശ് അവൻ അവിടെ പോയി കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ തിരിച്ചിടുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. അവ എന്നെ നിന്നെ ഒരേപോലെ പറ്റിച്ച് നമ്മുടെ കാശുമായിട്ട് ആ പെണ്ണിനെ കൊണ്ട് നാട് വിട്ടു. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. നമ്മളിപ്പോ വീണ്ടും കണ്ടുമുട്ടിയത് വിധിയാണെന്ന് വിചാരിച്ചാൽ എന്തിനാ അവൻ എന്നോട് ഇങ്ങനെ ചെയ്ത്? ചതിക്കണ്ടായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോവായിരുന്നല്ലോ. ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്ക് വിധിച്ചതാണ് നമ്മൾ കരുതും. പക്ഷെ അതങ്ങനെ ആകണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. സോറി കേട്ടോ, ഞാൻ ശരിക്കും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയ. സാരല്ലടോ, ഇതിപ്പോ തന്റെ മാത്രം തെറ്റൊന്നുമല്ലല്ലോ. അവ എന്നെയും പറ്റിച്ചില്ല. താൻ സമാധാനം പറ്റി. എനിക്ക് അതിനോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ പീറ്ററായിട്ട് എനിക്ക് വേറൊരു സ്ഥലം സെറ്റാക്കി കിട്ടണം. ഞാൻ നാളെ പോകും. ഗുഡ് മോർണിംഗ്. ആ, എണീറ്റോ? അതിന് ഞാൻ ഉറങ്ങിയില്ലല്ലോ. പോട്ടടോ, എല്ലാം കഴിഞ്ഞില്ലേ? താൻ അതൊക്കെ മനസ്സിൽ നിർത്തിക്കള. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കുക. ഇനിയിപ്പ ഞാനും ഇല്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. കാശ് താൻ കിട്ടുമ്പോ തന്നാ മതി. പോവല്ലേന്ന് പറയാമോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ശരിക്കും ഇപ്പൊ ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. മനസ്സാകെ കൈവിട്ടിരിക്കുക. തനിക്ക് 1 മാസം കഴിഞ്ഞ് പോയാ പോരെ? ഇല്ല, ശരിക്കും ഞാൻ എന്തേലും ചെയ്തു പോവും. എനിക്ക് ലോകത്താവാൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാ ഞാൻ എന്തേലും സത്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നോർത്തു. പക്ഷെ ഇനിയിപ്പോ അതുണ്ടാവില്ല. താനൊരു കാര്യം ചെയ്യും. കരച്ചിൽ നിർത്തിയിട്ട് പോയി ഒരു ഗ്ലാസ് കാടി കൊണ്ടിടുന്നുണ്ടോ?